പൊന്മാൻ എപ്പോഴും എനിക്ക് പേഴ്സണലാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നായിരിക്കും. സ്പോയിലറായി പോകുന്നൊരു പേടിയുണ്ട്. പേടിയേക്കാൾ ഉപരി എന്നെ കൊണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിജോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സ്ക്രിപ്റ്റ് കളിക്കുക കഥ കേൾക്കുമ്പോൾ തന്നെ അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇന്ന സീൻസ് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഇമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. മരിയാനോനെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൊന്മാൻ സിനിമയുടെ വിശേഷങ്ങളുമായി അഭിനേതാക്കളായ ബേസിൽ ജോസഫ്, ലിജോ മോൾ, സജിൻ ഗോപു എന്നിവരാണ് റിപ്പോർട്ടർ ടി വിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. ഓക്കെ. പൊന്മാൻ ഇപ്പം 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു കഥയെ അടിസ്ഥാനമാക്കി ഇറങ്ങാൻ പോകുന്ന സിനിമയാണിത്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഠിനകഠോരം മീ അണ്ടകടാഹം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് പലരും, എനിക്ക് വ്യക്തിപരമായിട്ടും തോന്നിയിട്ടുള്ളത്, ബേസിൽ എന്ന ആക്ടറിൻ്റെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു അതിൻ്റെ അകത്ത് നിന്ന് ബച്ചു. അതേപോലെ തന്നെ ഈ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും അജേഷ് എന്നാണ് ആ കഥ വായിച്ചപ്പോഴും ഈ ടീസർ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിൽ എന്ന ആക്ടർക്ക് ഈ സിനിമ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന. ചില സിനിമകളാണ് നമ്മൾ ഭയങ്കര ഉള്ളിൽ നിന്ന് ഹാർട്ട് ഫെൽറ്റായിട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഠിനകഠോരം ഈ അണ്ടകടാകം അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. ആ ഇമോഷൻസൊക്കെ നമ്മൾ ഭയങ്കര ഉള്ളിൽ നിന്ന് അറിഞ്ഞ് ഫീൽ ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണത്. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഫാലിമി എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. ആ ഒരു കാറ്റഗറിയിലേക്ക് അജേഷ് എന്ന് പറയുന്ന റോള് എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ ഒരു മൊത്തത്തിൽ ആ പറയുന്ന ഒരു ഫൈറ്റ് ചെയ്യുക, പോരാടുക, നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഏറ്റവും അറ്റം വരെ പോവുക, അതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ പരിശ്രമങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കും പേഴ്സണലായിട്ട് എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേസമയം അജേഷിൻ്റെ കുറേ ചുറ്റുപാടുകളും അയാളുടെ പ്രശ്നങ്ങളുമൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് അതിൽ ഓരോ ഡയലോഗ്സും പല സമയത്തും പറഞ്ഞിട്ടുള്ളത്. ആ സിനിമയുടെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളിലും ഡ്രാമയ്ക്കും ഒക്കെ ആ ഒരു എന്താ പറയുക, ഒരു ജെന്യൂനിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അജേഷിന്റെ തന്നെ ചില ഫിലോസഫികളുണ്ടല്ലോ ജീവിതത്തിനെ കുറിച്ച്. അതെ അതെ. അപ്പം ഇത് ക്യാരക്ടർ വരുന്ന സമയത്ത്, പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ വരുന്ന സമയത്ത് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പം ബേസിലേട്ടൻ വയനാട്ടുകാരനാണ്. പിന്നെ വരുന്നത് കൊല്ലത്തെ തീരദേശ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് എന്താണ്? അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നരേഷൻ സ്റ്റൈലാണോ? എങ്ങനെയാണ് ഈ കഥ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്? എന്താണ്? ആദ്യമായിട്ട് ആ കഥയുടെ ഒരു ഒറിജിനൽ ഐഡിയ ആണത്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത കുറേ മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. ഞാനത് ആദ്യമായിട്ടാണ് സിനിമയിൽ കാണുന്നത്. ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള ചില മൊമെൻറ്റ്സ്. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. പറയുന്ന കല്യാണത്തിൻ്റെ അന്ന് രാത്രിയുള്ള സീനുകളും അതിന് ശേഷമുള്ള അയാളുടെ ട്രാവലും അതിലെ കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഒറിജിനാലിറ്റി ഉണ്ട്. അത് മാത്രമല്ലാതെ ആ ക്യാരക്ടർ അജേഷ് പോരാട്ടമാണ് ലൈഫ്, ജീവിതം എന്ന് പറയുന്ന ആഘോഷമാണ് ലൈഫ്, പോരാട്ടമാണ് ലൈഫ്. അജേഷിൻ്റെ ഒരു ഐഡിയോളജി ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരുന്നു. അത് നമുക്ക് കഥ മൊത്തം വായിച്ചു തീരുമ്പോൾ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റും. ഞാൻ വായിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും സിനിമാറ്റിക് ആയിട്ടുള്ള ഇന്ദോവൻ ചേട്ടൻ്റെ നോവലുകളിലൊന്നാണ് 4 ചെറുപ്പക്കാർ. അത് ഏറ്റവും ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. അപ്പോൾ അതിൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അജേഷ് എന്ന് പറയുന്നത് കുറേ തവണ കേൾക്കുകയും അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്നാൽ ഇത് അജേഷിൻ്റെ മാത്രം കഥയല്ല. അജേഷ് എന്ന് പറയുന്നത് അതിലൊരു കഥ കൊണ്ടുപോകുന്ന ആളാണ്. പക്ഷേ ആ അജേഷിലൂടെ നമ്മൾ കാണുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ കുറേ ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. മരിയാനോ എന്ന് പറയുമ്പോൾ അതിനൊരു ഇമേജ് നമ്മുടെ മുമ്പിലുണ്ട്. മല പോലെ വരുന്ന ഒരു ഉരുളൻ പാറക്കല്ല് നടന്നു വരുന്ന പോലെ മരിയാനോ നടന്നു വരുന്ന എന്നൊക്കെ പറയുന്ന ബുക്കിൽ കുറേ ഇമേജറീസ് ഉണ്ട് മരിയാനോ എന്ന് പറയും. അപ്പോൾ അതിനൊരു ഒരു ഐറ്റം ഉണ്ട്. സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര ലേഡായിട്ടുള്ള, ഭയങ്കര ഡ്രാമയുള്ള, നല്ല ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് സ്റ്റെഫി, ലിജോ മോളുടെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ പിന്നെ നല്ല ഡയലോഗ്സ് കുറേ ഉണ്ട്. ബുക്കിലെ കുറേ ഡയലോഗ്സ് നമുക്ക് വീണ്ടും എടുത്തു പറയുകയും അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആ കോട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഡയലോഗ്, വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെയുള്ളൂ അച്ചോ എന്നൊക്കെ പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ഈ പറയുന്ന അധ്വാനിച്ച് ജീവിക്കുന്നതിന് എന്തിനാടാ സ്ത്രീധനം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സെറ്റ് ഓഫ് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല രസമുള്ള ഒരു പാക്കേജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സിനിമ ഞാൻ അഭിനയിക്കുകയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ ഈ പുസ്തകം ഒരു സിനിമയായിട്ട് നല്ല രീതിയിൽ കാണണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹവും, ആ സിനിമയിൽ സംസാരിക്കുന്ന ഒരു വിഷയം ഈ പറയുന്ന സ്ത്രീധനവും പൊന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിന് ഭയങ്കര റെലവൻസ് ഉള്ളതായിട്ടും
അതിനെ ഭയങ്കര പ്രീച്ചി അല്ലാതെ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ഫെമിനിസം പറയാനോ അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാനോ ഉള്ള ഒരു സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യാതെ അത് വളരെ എൻ്റർടൈനറായിട്ടുള്ള കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിനിമയായിട്ട് അതിലൂടെ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകന് ഇതെല്ലാം അവർ പോലും അറിയാതെ അവർക്ക് കിട്ടുന്നു എന്ന് പറയണ പോലത്തെ ഒരു അവസ്ഥയും കൂടെ ആ ബുക്കിലുണ്ടായിരുന്നു. അതെല്ലാം സിനിമയായിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് വരണമെന്ന് ആ കമ്മിറ്റ് ചെയ്യുന്ന ആ സമയം മുതൽ ഇന്ന് വരെ ഇപ്പോൾ വരെ എനിക്ക് അങ്ങനെ തന്നെയാണ്. ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പൊന്മാൻ എപ്പോഴും എനിക്ക് പേഴ്സണലാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം സജിൻ ഗോപു എന്ന് പറയുന്ന ആക്ടറിനെ ഇപ്പം ഞങ്ങൾ സജിൻ ഗോപു എന്ന് പറയുന്ന ആക്ടർ കാണുന്ന സമയത്ത് പേഴ്സണലി ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ അത് അമ്പാനായിരിക്കും, രോമാഞ്ചത്തിലെ കഥാപാത്രമായിരിക്കും, ഒരു ഇത്തിരി ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര ബലം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അതിൽ പോലും ഒരു കോമഡിയുടെ എലമെൻ്റ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ പേഴ്സണലി കാണുക. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ബേസ്ലാൻഡിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് മരിയാൻ എന്ന് പറയുന്ന ഈ നോവലിനെ ബേസ് ചെയ്ത്. മരിയാനോ ടീച്ചർ കാണുന്ന സമയത്തും ആ ഒരു റഫ്നെസ്സും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ ക്യാരക്ടറിൻ്റെ ഫീല് നമുക്ക് ആ ടീച്ചറിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു ചലഞ്ചാണല്ലോ. ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം. സോ മരിയാനോ കിട്ടുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം എക്സൈറ്റഡ് ഉണ്ടായിരുന്നു? ഞാൻ ആവേശം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തോട്ട് ജ്യോതിഷേട്ടൻ വന്ന് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നേരത്തെ ചെയ്തത് ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആവേശം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ട് ഒരു സീരിയസ് ക്യാരക്ടറാണ്. അതിനൊരു ആർക്ക്, അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാൾ എങ്ങനെയാണ്, അയാൾ ഡോമിനൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ മുൻപ് ചെയ്ത ഈ പറഞ്ഞ പോലെ അമ്പാൻ ഒരിക്കലും ഇതിൽ വരരുത് എന്നുള്ളൊരൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ചായിരുന്നു. റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ഓഡിയൻസ് 30-ാം തീയതി കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്നാണ്. കൂടുതൽ എനിക്ക് പറയുമ്പോൾ സ്പോയിലറായി പോകുന്നൊരു പേടിയുണ്ട്. ഇങ്ങനെയാണ് ഒരു സീരിയസ് ക്യാരക്ടർ. എന്തായാലും മുൻപ് ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമറോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് ഇരിക്കില്ല. ഇപ്പം കഴിഞ്ഞ വർഷം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾ വിളിച്ചിട്ടുള്ള ഒരു പേര് അമ്പാനെ, ശ്രദ്ധിക്കേണ്ട അമ്പാനെ. ഈ ഡയലോഗ് ഇപ്പം പല സിനിമാ ഡയലോഗും നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ ഡയലോഗും ഇപ്പൊ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തിരിക്കുന്നു. സോ ആക്ച്വലി ഒരു ആക്ടറെ മലയാളികൾ ഏറ്റെടുക്കുക എന്ന് പറയാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. സോ അമ്പാൻ ഉണ്ടാക്കിയ മാറ്റം എങ്ങനെയാണ് ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റം? ഭയങ്കര വലിയ മാറ്റമാണ്. എന്നെ ആളുകൾ തിരിച്ചറിയുന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫാൻസ് കുട്ടികളാണ്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസാണ്. നമുക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസ്. അവർ വീട്ടിൽ കാണാൻ വരലുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത സിനിമയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വരുന്ന ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ അമ്പാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു എന്ന് വെച്ചാൽ പിന്നെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഏകദേശം ഇതേപോലെ ഒരു ബ്ലാക്ക് ഹ്യൂമറുള്ള കുറച്ച് സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി ചെയ്യാന്നുള്ള രീതി നല്ല മാറ്റമാണ് ഉണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിത് ആഗ്രഹിച്ചിരുന്നു. നമ്മളെല്ലാം ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന പോലെ ഒരു ഇതായിരുന്നു. ആ സ്റ്റേജ് എത്തി ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല സിനിമകൾ ഇതുപോലെ അമ്പാനൊക്കെ പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. പൊന്മാനിൽ ഇതിൽ മരിയാന പോലത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പം ലിജോ മോളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം സിംഗിനിക്ക് ശേഷം വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് സിംഗിനിക്ക് ശേഷം ലിജോയിലെ ആക്ട്രസിനെ വെല്ലുവിളിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബുക്ക് വായിച്ച സമയത്ത് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സ്വർണത്തിൻ്റെ കാര്യം പറയുന്നത് സാധാരണ ഒരു മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത. പക്ഷേ ഇതിൽ സ്റ്റെഫിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അതൊരു ആക്ട്രസിൻ്റെ അടുത്തേക്ക് കിട്ടുന്ന സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാളിപ്പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ഐ മീൻ വിചാരിച്ച ഇമോഷൻ ആയിരിക്കില്ല ചിലപ്പം ഓഡിയൻസിലേക്ക് കൺവേ ആവുന്നത്. സോ ഇതിലെ സ്റ്റെഫി എങ്ങനെയുണ്ട്? പൊന്മാനെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്? എനിക്ക് ജയ്ഭീമിലെ സംഖ്യനിക്ക് ശേഷം പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ സ്റ്റെഫി ഗ്രാഫ് ആയിരിക്കും തീർച്ചയായിട്ടും. ഇതിലെ ക്യാരക്ടറിന് ഇപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ പോലും ഒന്നും അല്ല ലിജോ എങ്കിൽ പോലും ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷെ അവൾ എന്തുകൊണ്ട് ഓരോരോ അവളുടെ ലൈഫിലെ ഓരോ ക്രൂഷ്യൽ മൊമെന്റ്സിലും എന്തുകൊണ്ട് അവൾ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് പാളിപ്പോകുമോ എന്നുള്ള പേടിയേക്കാൾ കൂടുതൽ എന്നെക്കൊണ്ടത് എത്ര ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടേ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ അതിനാണ് ജ്യോതിഷേട്ടൻ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കൂടെ ഉണ്ട് ഡയറക്ടറായിട്ട്. അപ്പോൾ ഇത് ജ്യോതിഷേട്ടൻ അറിയുന്ന, ഇത് ജ്യോതിഷേട്ടൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും കൂടി വന്നിരിക്കുന്ന
സ്റ്റോറിയാണ് 4-5 ചെറുപ്പക്കാർ. അപ്പോൾ ജ്യോതിഷേട്ടനെ എല്ലാവരെക്കാളും നന്നായി, അല്ലെങ്കിൽ ഇന്ദുവാമൻ ചേട്ടനെ പോലെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ കഥ എന്താണ്, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ ക്ലാരിറ്റി ജ്യോതിഷേട്ടനുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തിരുത്തി തരാൻ ജ്യോതിഷേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടിയേക്കാൾ ഉപരി എന്നെക്കൊണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ആളുകൾ കുറ്റം പറയാത്ത രീതിക്ക് ഇത് സ്റ്റെഫി ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റെഫിയോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താമോ അതിനുവേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സിനിമയിൽ ഒരു കഥാപാത്രം പോലും ഈ പറയുന്ന 100% നല്ലവരോ 100% മോശക്കാരോ അല്ലല്ലോ. ഇവർക്കെല്ലാം പലതരം ക്യാരക്ടേഴ്സും മിക്സിംഗ് ആണ്. ഇപ്പം അജേഷിൻ്റെ സാധനം നോക്കുന്ന സമയത്ത് അജേഷിൻ്റെ ഭാഗത്ത് കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അതേ സമയത്ത് അയാളൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റെഫി ചില സമയത്ത്, മരിയാനോ ഈ പറഞ്ഞ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളാണ്, പക്ഷെ അതേസമയം കുറേ ഇറിറ്റേഷൻ അയാളും ഉണ്ടാക്കുന്നുണ്ട്. സോ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 3 പേർക്കും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? അതായത് മുൻപ് പരിചയമില്ലാത്തൊരു കഥാപാത്രവും സ്വഭാവവും ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടൊക്കെ ആയിരിക്കാം പരിചയം. അതൊന്ന് മാറി പുതിയൊരു ക്യാരക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾ അതിന് ചെയ്ത പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാം, ഒരു കൗതുകമുണ്ട്. അല്ല, എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ആ സമയത്തെ ശരികളും തെറ്റുകളൊക്കെ തന്നെയാണ് നമുക്ക് ആ മൊമെൻറ്റിൽ അയാളുടെ ശരി എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലിജോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബാക്കി മാനറിസം ട്രൈറ്റ്സ് ഒക്കെ നമ്മൾ വേറെ തന്നെയാണല്ലോ. ആ ഇമോഷൻസ് ആണല്ലോ ബേസിക്കലി നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇയാൾ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് പറയും. ചില പോയിന്റുകളിൽ ഇയാൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ കൂടെയാണ് നമ്മൾ ആ സിനിമേനെ സമീപിക്കുന്നത്. ഇപ്പോൾ ലിജോയിൻ്റെ കാഴ്ചപ്പാടിൽ ആ സിനിമേനെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മോശക്കാരനായിട്ട് തോന്നുമായിരിക്കാം, അജേഷ് മോശക്കാരനായിട്ട് തോന്നുമായിരിക്കാം, മരിയാനോ മോശക്കാരനായിട്ട് തോന്നുമായിരിക്കാം. മരിയാനോൻ്റെ കാഴ്ചപ്പാടിലുള്ള സീനിൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടും മോശക്കാരായിട്ട് തോന്നാം, മരിയാനോ ശരിയായിട്ട് തോന്നാം. എൻ്റെ കാഴ്ചപ്പാടുള്ള സീനിൽ ലിജോ മോള് മോശക്കാരിയും സജിൻ മോശക്കാരനുമായിട്ട് തോന്നാം. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിട്ട് ആ സിനിമ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് കറക്റ്റായിട്ട് മാറുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നിടത്താണ് ആ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ എന്നുള്ള രീതിയിൽ ആ സിനിമ കറക്റ്റായിട്ടുള്ളൊരു മീറ്ററിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അത് റിലേറ്റ് ചെയ്യുക, നമ്മളത് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് ആ മൊമെൻറ്റിൽ ആ സാഹചര്യത്തിൽ നമ്മുടെ ശരി എന്താണ്, നമ്മുടെ തെറ്റെന്താണെന്നുള്ള രീതിയിലാണ് ആ ക്യാരക്ടേഴ്സിനെ ഫുൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ സജിൻ്റെയും ലിജോമോളുടെയും ക്യാരക്ടേഴ്സിന് സംബന്ധിച്ചിടത്തോളം അവരുടെ വേൾഡിലേക്കാണ് അജേഷ് കയറി വരുന്നത്. അപ്പോൾ അവരുടെ വേൾഡിലെ കൾച്ചറും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇവർക്ക് കുറേ കൂടെ അഡാപ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സജിൻ വള്ളം തുഴയാനും ഒക്കെ പഠിക്കുന്നു. നീന്തൽ അല്ലെങ്കിൽ താറാവ് കളി മത്സരം എന്നൊക്കെ പറയണ പോലെ ഒരുപാട് മേഖലകളിലൂടെ സജിൻ ഒരുപാട് 2 ആഴ്ചകളോളം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലിജോ സ്റ്റെഫിഗ്രാഫിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അജേഷ് ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ അജേഷിന് വേറെ തന്നെ ആ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്റ്റഡ് അല്ല അജേഷിൻ്റെ. ആ വേൾഡിലോട്ട് വരുന്ന ഒരാളാണ്. അതെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ ഇമോഷൻസ് കറക്റ്റായിട്ട് ക്യാരി ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഏറ്റവും ജെന്യുവിനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് അത് എത്തിക്കുക, ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ അത് എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ പേഴ്സണലി നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു സംശയമില്ല. സൈൻ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ഇതിനകത്ത്? ഞാൻ ഇതിന് ഫിസിക്കലി പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇച്ചിരി വെയിറ്റ് കൂട്ടി, അതുപോലെ തന്നെ ഇതിൽ പ്രോപ്പറായിട്ട് തുഴയാൻ പഠിക്കണം. കാരണം നമ്മൾ അഷ്ടമുടി കായലിലാണ് മിക്ക വലിയ കായലിൽ നീന്തി പോകുന്നു, ഭയങ്കര ഒഴുക്ക് ഉള്ള ഏരിയാസാണ്. അപ്പോൾ നന്നായിട്ട് അത് പ്രോപ്പറായിട്ട് നമുക്കത് തുഴയാൻ പഠിക്കണം എന്നുള്ള രീതിയിൽ അവിടെ 1 ആഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ നേരെ പോയി അവിടെ ചെല്ലുന്നു. അവിടെ നന്നായിട്ട് തുഴയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പഠിച്ച്, അതുപോലെ തന്നെ നീന്തൽ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ ഒരു ഇത് പിന്നെ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് കളി കഥ കേൾക്കുമ്പോൾ തന്നെ അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മരിയാനോടെ ബാക്കി ആരും എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ശരികൾ മാത്രം, മരിയാനോടെ ശരികൾ മാത്രം, അങ്ങനെയാണ് ഫുൾ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ചെറിയ രീതിയിൽ ഒരു കൊല്ലം സ്ലാങ് ഒക്കെ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ജ്യോതിഷേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, എല്ലാം പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിലിംഗ് ആയിട്ട്. 4-5 ചെറുപ്പക്കാലം ഒരാൾ ജ്യോതിഷേട്ടൻ തന്നെയാണ്. ഇത് റിയൽ ഇൻസിഡന്റ് ആണ്. ഒരു പരിധി ബുക്കിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, അവസാനത്തേക്ക് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ധാരണ
ജ്യോതിഷേട്ടനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സുഖമായിട്ട് നമുക്ക് എല്ലാം ജ്യോതിഷേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ. എൻ്റെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഇന്ന സീൻസ് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഇമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതല്ലാണ്ട് എനിക്ക് ഞാനും ഈ പറഞ്ഞ പോലെ സജിനെ പോലെ ഒരാഴ്ച, എനിക്ക് 2 ആഴ്ച മുന്നേ കൊല്ലത്ത് വന്നു. അപ്പം ജ്യോതിഷേട്ടൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, എന്നോട് പറഞ്ഞത് ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് കൊല്ലത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ പോയി അവിടെയുള്ള സ്ത്രീകളെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അവരോട് സംസാരിക്കും. അത്രേ വേണ്ടൂ. അതല്ലാണ്ട് അതിന് മേലേക്ക് ഇന്ന പോലെ ഒരു ക്യാരക്ടർ, ഇന്ന ഒരാളെ പോലെ ആവണം അങ്ങനെയൊന്നുമല്ല. അവിടെയുള്ള സ്ത്രീകളോടൊക്കെ ഒന്ന് സംസാരിക്കുക, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതാണ് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊല്ലത്തെ ആക്സെന്റ് നമ്മളങ്ങനെ പിടിക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ചില വാക്കുകളൊക്കെ അവിടുത്തേത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് പ്രോപ്പർ കൊല്ലം ആക്സെന്റ് എന്നുള്ള രീതിക്ക് നിർബന്ധം പറഞ്ഞില്ല. അത് ഒന്നും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം. ബാക്കി ഈ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനെ ഇമോട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസിന് ജ്യോതിഷേട്ടനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മുൻപ് ഈ നോവൽ വായിച്ചിട്ടുണ്ടോ 4-5 ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വന്നതിന് ശേഷമാണോ നിങ്ങൾ 3 പേരും? ആദ്യം നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഥ കേട്ടതിന് ശേഷമാണ് നോവൽ വായിക്കുന്നത്. ഈ ബേസിലേട്ടൻ്റെ സിനിമാ കരിയർ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ജയഹേല് കുറച്ച് അടികൊള്ളുന്ന സാധനം ഉണ്ടെങ്കിൽ പോലും ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു ക്യാരക്ടറാണ് അജേഷ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പലതരം സീനുകളുണ്ട്. പിന്നെ ഇതിലൊരു ഞാൻ ഭയങ്കര കൗതുകത്തോടെ കാത്തു നിൽക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഒരു താറാവ് പിടുത്തത്തിൻ്റെ ഒരു സീനുണ്ട്. അപ്പം ഫിസിക്കലിയും കൂടി കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടതാണല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഷൂട്ടിംഗ് സാധനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം സജിനും ബേസിനും നമുക്ക് റിയൽ ലൈഫിലെ ക്യാരക്ടർ അറിയാം, വളരെ സീരിയസ് സാധനങ്ങളാണ് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചിരി വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്തതെന്നും കൂടി അറിയാനുള്ളൊരു കൗതുകം. ഞങ്ങൾ അങ്ങനെ അവിടെ വന്നിട്ട് ഭയങ്കര ചിരിയും കളി സംസാരം ഭയങ്കര സീരിയസ് ആണ്. ഈ സിനിമയുടെ സ്വഭാവം തന്നെ മൊത്തത്തിൽ സീരിയസ് ആണ്. അപ്പൊ എല്ലാവരും ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ക്രൂവിന്റെ സ്വഭാവമേ മൊത്തത്തിൽ ഇത്തിരി സീരിയസ് ആയിരുന്നു. മൊത്തത്തിൽ അങ്ങനെ തന്നെയുള്ള ഒരു ക്രൂ ആണ്. ജ്യോതിഷേട്ടനാണെങ്കിലും ക്യാമറ സാനുചേട്ടനൊക്കെ ആണെങ്കിലും എല്ലാവരും അവരുടേതായ രീതിയിൽ ജോലിയിൽ ശ്രദ്ധിക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു എല്ലാവരും. ഷൂട്ടും ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ടയറിംഗ് ആയിരുന്നു. ഫിസിക്കലി കുറെ എഫേർട്ട്, പറയുന്ന ഫൈറ്റും ചെളിയിലും കായലിലും കിടന്നിടി. ഇതിന്റെ ഇടയിൽ എങ്ങനെ കോമഡി പറയാം, കാലൊക്കെ മുറിഞ്ഞ് പൊട്ടി നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു, പിന്നെ സിനിമയുടെ സ്വഭാവം അതല്ല. നമ്മള് അങ്ങനെ കുറച്ചുകൂടെ ആ ക്യാരക്ടേഴ്സിന്റെയും ആ ഇമോഷൻസിന്റെ ഒക്കെ കൂടെ സഞ്ചരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ പിന്നെ താറാവിടുത്തം ഇപ്പൊ അങ്ങനത്തെ കുറെ ബുക്കിലെ പോലെ അല്ല സിനിമയിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി ബുക്കിൽ ഉള്ള എക്സ്പെക്ടേഷൻ അല്ല സിനിമയിൽ വരുമ്പോൾ. സിനിമ ബുക്കിൽ നിന്ന് സഞ്ചരിച്ച വഴികളിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. ബുക്കുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പരമാവധി പോകുന്നുണ്ട്. എന്നാൽ പോലും സിനിമയുടേതായിട്ടുള്ള ഒരു ലിബർട്ടിക്ക് വേണ്ടി, ഒരു കമേഴ്ഷ്യൽ ഇതിന് വേണ്ടിയിട്ട് ഇത് വേറെ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ സിനിമയിലുണ്ട്. എന്നാൽ പോലും ഒരുപാട് ഈ പറയുന്ന പോലെ എഫേർട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ അത് അത്രയും റോ ആയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുകയും വേണമല്ലോ എല്ലാം. ഈ പറയുന്ന ഫൈറ്റ് പോലും അത്ര റോ ആയിരിക്കണം. ഒരു നായകൻ വന്ന് ഇടിച്ചിടുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് റിയൽ സ്ട്രഗിൾ ആയിരിക്കണം ഇതിൻ്റെ അകത്തുള്ള എല്ലാം. അപ്പോൾ അത് ഇപ്പോൾ ജ്യോതിഷേട്ടൻ്റെ പേഴ്സണൽ സ്റ്റോറിയും പേഴ്സണൽ സ്റ്റോറി വേൾഡും അവിടുത്തെ ക്യാരക്ടേഴ്സും കൾച്ചറും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അത്രയും റൂട്ടഡായിട്ട് തന്നെയാണ് എല്ലാത്തിനെയും സമീപിച്ചിട്ടുള്ളത്. ഒന്നിനെയും ഭയങ്കര ഗിമ്മിക്കലായിട്ടോ അങ്ങനത്തെ സ്ലോ മോഷൻ ഷോട്ടുകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ആപ്പാട് 2-3 സ്ലോ മോഷൻ ഷോട്ടുകളേ ഉള്ളൂ സിനിമയിൽ തന്നെ മൊത്തത്തിൽ. അപ്പോൾ വളരെ നാച്ചുറലായിട്ടും വളരെ റോ ആയിട്ടും ഓർഗാനിക്കായിട്ടും സമീപിച്ചിട്ടുള്ള എന്നാൽ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു പാക്കേജിങ്ങിൽ വരുന്ന സിനിമയും കൂടാണ്. ഓക്കെ. ഇപ്പോൾ ഇതിൽ മറ്റ് കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പം ദീപക് പറമ്പോൾ ചെയ്ത ക്യാരക്ടർ, അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മലയാളികൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. മറ്റ് കഥാപാത്രങ്ങളും ആക്ടേഴ്സിൻ്റെയും ഒക്കെ ദീപക് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് നമ്മുടെ
രാജേഷ് ശർമ്മയില്ല രാജേഷ് ശർമ്മയുടെ റിയൽ ലൈഫ് ആണ്. 4-5 ചെറുപ്പക്കാരിൽ ഒരാളും രാജേഷ് ശർമ്മയാണ്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ അകത്ത് വേറൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്, പള്ളിയിലച്ചനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദീപക് ചെയ്തത് മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറഞ്ഞ രാജേഷ് ഏട്ടന്റെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ആനന്ദ് മന്മഥൻ. പിന്നെ ആനന്ദ് മന്മഥനാണ് റിയൽ ലൈഫ്, അതും ബ്രൂണോ ചെയ്തേക്കുന്നത്. ബാക്കി റിയൽ ലൈഫ് ആൾക്കാരൊക്കെ ഇടയ്ക്ക് അവിടെ അതിൽ പിന്നെ ഒരാൾ ജ്യോതിഷേട്ടൻ തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ തന്നെയാണ്. 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ ചെറുപ്പക്കാരൻ. പിന്നെ ഈ പറയുന്ന ബാസ്റ്റിൻ എന്ന് പറഞ്ഞ, അത് ഒറിജിനൽ പുള്ളി സിനിമയിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ബാസ്റ്റിൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഇടയ്ക്ക് സെറ്റിൽ വരുമായിരുന്നു. പിന്നെ റിയൽ ലൈഫ് അജേഷിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റിയൽ ലൈഫ് മരിയാനോനെയും സ്റ്റെഫീനെയും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവരെയൊന്നും ആരെയും നമ്മൾ കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാനുള്ളൊരു ശ്രമം. മരിയാനോനെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് കാണണ്ട, നിങ്ങൾ നടന്നു പോകുന്നവരായിരിക്കും. നീ അല്ലടാ എന്നെ അവതരിപ്പിച്ചെന്ന് വെച്ചിട്ട് വരുന്നത്. മരിയാനോനെ കണ്ട പിന്നെ സജിൻ ഗോപു ഉണ്ടാവില്ല. ഓക്കെ. സോ ലിജോ മോളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇതിലൊരു സീരിയസ് ഇഷ്യൂവും കൂടി പറയുന്നുണ്ടല്ലോ. അതായത് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ഒരു സീരിയസ് ഇഷ്യൂവും കൂടി പറയുന്നുണ്ട്. അപ്പം അതിന് പ്രധാനപ്പെട്ട ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് സ്റ്റെഫിയുടെ ക്യാരക്ടറാണ്. കാരണം ഗോൾഡ്, കല്യാണം, ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റിൽ ഉള്ള ഒരു പ്രശ്നം കൂടിയാണ്. സോ ഇപ്പോഴും ആളുകൾ കല്യാണത്തിന് ഗോൾഡ് വേണം എന്നുള്ളൊരു നിർബന്ധത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അത്തരൊരു മനോസ്ഥിതി എങ്ങനെയാണ് കാണുന്നത്? അത് മാറേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതില് തന്നെ പറയുന്ന പോലെ അജേഷിന്റെ ക്യാരക്ടർ ചോദിക്കുന്ന പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവൻ എന്തിനാണ് സ്ത്രീധനം എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ആണ് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുപാട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും അവരാണ് ആദ്യം ഈ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരാണിങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഇല്ലായ്മകളിൽ നിന്നൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. പിന്നീട് അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞൊരു പ്രശ്നമാകുന്നു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ കൊടുത്തില്ല എന്നല്ലാണ്ട് അത് കുറഞ്ഞു പോയി എന്നുള്ള രീതിക്ക് പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ പെൺകുട്ടി അവളെ തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീ തന്നെയാണ് ധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീധനം എന്നുള്ള ഒരു അത് പക്ഷെ ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഈ ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും സിനിമകളിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടോ ഒന്നും അത് നിൽക്കാൻ പോകുന്നില്ല. അത് സ്വന്തമായിട്ട് ഇപ്പം എനിക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ അവൾക്ക് കല്യാണപ്രായമാകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ കുട്ടിക്ക് എൻ്റെ മകൾക്ക് ഞാൻ സ്ത്രീധനം കൊടുക്കുന്നില്ല, അങ്ങനെ ചോദിക്കുന്ന ഒരാൾക്ക് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നില്ല എന്നൊരു നിലപാട് ഓരോ മാതാപിതാക്കളും അത് എടുത്താൽ മാത്രമേ അതിലെന്തെങ്കിലും ചേഞ്ച് വരുള്ളൂ. അല്ലാണ്ട് എത്ര സിനിമകളിൽ നമ്മളത് സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എത്ര നമ്മൾ അതിനു വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ യോഗങ്ങൾ കൂടിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അത് അവനവൻ്റെ ഫാമിലിയിൽ ഇതുപോലെ ഓരോ പെൺകുട്ടികളും കല്യാണപ്രായമായി വരുമ്പോൾ അതാത് പേരൻസിന് തോന്നേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന്. ഈ സിനിമ കാണുമ്പോൾ അതെ, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ചർച്ച ഉണ്ടാവും. അതിനെക്കുറിച്ചൊരു തിരിച്ചറിയലോ ആലോചനകളോ ഒക്കെ ഓരോ കുടുംബങ്ങളിലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും. പൊന്മാൻ 31 വരെയാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് റിലീസ് പ്രീപോണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എന്തായിരുന്നു കാരണം? അതായത് 30-നൊരു ഡേറ്റ് വന്നതുകൊണ്ടാണോ, അതായത് മറ്റൊരു സിനിമ അവിടുന്ന് മാറുന്നു എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സാധനത്തിലേക്ക് മാറിയതാണോ, അതല്ലെങ്കിൽ മുൻപേ അങ്ങനെ ഒരു പുതിയ ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു? ഇല്ല, ഫെബ്രുവരി 6-ാം തീയതി ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ജാനുവരി 30th പ്രീപോൺ ചെയ്തതാണ്. തുടരും ആ സമയത്തായിരുന്നു റിലീസ് ചെയ്യായിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ കൂടെ നമ്മൾ ഇറങ്ങുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആ സിനിമ മാറിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജാനുവരി 30 പ്രീപോൺ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ഡേറ്റുമാണ്. വേറെ ഒരുപാട് റണ്ണിങ് സ്പേസും കിട്ടും. ഒരുപാട് വേറെ സിനിമകളില്ല. പിന്നെ വിനീതേട്ടൻ്റെ തന്നെ വേറൊരു സിനിമയുണ്ട്, ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ട്. അതും ഈ പറയുന്ന പോലെ പ്രീപോൺ ചെയ്ത് വന്നതാണ്. വേറൊരു ഡേറ്റ് ആയിരുന്നു. അവരും പെട്ടെന്ന് ജാനുവരി 30th എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഈ 2 സിനിമകളാണ്. പിന്നെ ഇനി അടുത്ത സെറ്റ് ഓഫ് സിനിമകൾ വരുന്നത് കൂടുതലും വരുന്നത് ഫെബ്രുവരി 14-നൊക്കെയാണ്. പൈങ്കിളിയും ദാവീദും, അതെ, സജിൻ നായകനായിട്ട് അഭിനയിക്കുന്ന പൈങ്കിളി, ലിജോ മോൾ അഭിനയിക്കുന്ന ദാവീദ് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ 14-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡേറ്റ്, അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ നമ്മൾ പ്രീപോൺ ചെയ്തതാണ്. പൈങ്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നായകനായിട്ട് വരികയാണ്, ലീഡ് ക്യാരക്ടർ എന്തൊക്കെയാണ് പൈങ്കിളിയുടെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്?
ഭയങ്കര നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. കോമഡി ഹ്യൂമറൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും കണക്ട് ആവുന്ന ഒരു പടമായിരിക്കും. ഇപ്പോൾ ആവേശത്തിലെ ടീം തന്നെയാണ് ജിത്തു ആണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാസിലും വിത്ത് മാധവനും കൂടിയാണ്. അതിൽ ആക്ടറായ അസോസിയേറ്റ് ആയ ശ്രീജിത്ത് ബാബു ആണ് പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാനുണ്ട്, അനശ്വരി ഉണ്ട്, റോഷനുണ്ട്, ചന്തു ഉണ്ട്. നല്ലൊരു ഹ്യൂമർ പടമായിരിക്കും. പൈങ്കിളി പോലെ തന്നെ ഭയങ്കര കളർഫുൾ എൻ്റർടൈനിങ് ആയിരിക്കും. എല്ലാവരും എൻ്റർടൈൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇറങ്ങും ഫെബ്രുവരി 14 പടം കാണാം. ഓക്കെ. അപ്പം ബേസിലേട്ടനോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ലിങ്കിൻ്റെ അകത്ത് ആദ്യം കണ്ടത് ബേസിൽ അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പം ഇങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നതാണ് മാർച്ച് മാസത്തോടെ തൽക്കാലം ഇടവേള എടുക്കുന്നു എന്നുള്ളൊരു സാധനം. അപ്പോൾ ചോദിക്കാനുള്ളതാണ്, ഇടവേള എടുത്തിട്ട് ആദ്യം മുമ്പേക്കാണോ വണ്ടി കയറുന്നത്, അതല്ലെങ്കിൽ കുറുക്കമ്മൂല ആ വശത്തേക്കായിരിക്കോ വണ്ടി കയറുക, ഏതിലായിരിക്കും? വഴിക്ക് അതെ, നേരിട്ട് ചോദിക്കാതെ. നേരിട്ട് ചോദിച്ചാൽ സാധാരണ ഒഴിഞ്ഞു മാറി എന്ത് എവിടെ ഇല്ല. ഞാനൊന്ന് വീട്ടിൽ പോകുന്നു. അല്ല, അത് എങ്ങോട്ടാണെന്നുള്ളതിന് ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് അതിന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എടുക്കുന്നത്. അത് അല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അത് നേരത്തെ ഒരു ബ്രേക്ക് എടുക്കാനുള്ള തീരുമാനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ടേ ഇടവേള ബ്രേക്ക് എടുക്കണം എന്നുള്ള ആക്ച്വലി കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഞാൻ പിന്നെ അഭിനയിച്ചിട്ടില്ല. ഇപ്പോഴും ഇനി അങ്ങോട്ടും വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ചെയ്തു വെച്ച സിനിമകൾ ഇറങ്ങാനുണ്ട്. ഇനി മരണമാസം കൂടെ ഇറങ്ങാനുണ്ട് ഏപ്രിലിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി തന്നെയാണ് മുമ്പേ ജോലി തുടങ്ങിയതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്നു, മാറുന്നു. ഇനി നമ്മുടെ കൺട്രോളിലല്ലാത്ത സിനിമകളായതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലായിരുന്നെങ്കിൽ ആ സിനിമകളൊക്കെ നേരത്തെ തന്നെ നടന്നതിന്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തിരക്കഥ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യണ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതല്ലെങ്കിൽ വേറൊന്ന് ഉടൻ തന്നെ എന്തായാലും തുടങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള എഴുത്തും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നത്. ബ്രേക്ക് നിർത്തുന്നു എന്നുള്ളതല്ല, ഇടവേള. ഓക്കെ, ഒരു കൗതുകത്തോട് ഒന്നും കൂടി ചോദിക്കട്ടെ, പൈപ്പ് ലൈനിൽ ഏകദേശം എത്ര പ്രോജക്റ്റുകൾ നിലവിലുണ്ടോ? ഐ മീൻ സ്ക്രിപ്റ്റും സാധനങ്ങളൊക്കെ ഒരു വർക്കിലായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ. അതെ. ഇപ്പം നിലവിലിപ്പോൾ 2 സിനിമ. ശരി. എന്താണ് പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? പൊന്മാനിന് ശേഷമുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? പൊന്മാനിന് ശേഷം ഫെബ്രുവരി 14 ദാവീദ് ഇറങ്ങുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പയുടെ പടമാണ് അത്. ഗോവിന്ദ് വിഷ്ണു എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. ഡെബ്യൂ ഡയറക്ടറാണ്. പക്ഷെ നന്നായി വന്നിട്ടുണ്ട് സിനിമയും. ഒരു ബോക്സിങ് ഇടിപ്പടം എന്നുള്ള രീതിക്ക് മാത്രമല്ല, അതും ഫാമിലി ഡ്രാമയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫാമിലി ഓഡിയൻസിനെയും കൂടി രസിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിക്കാനും ഉള്ള ഒരു സിനിമയാണത്. അതിനുശേഷം അതാണ് ഇനിയിപ്പം ഇമ്മീഡിയറ്റ് റിലീസ് മലയാളത്തിലുള്ളത്. അതല്ലാതെ ഒരു വെബ് സീരീസ് ഒരെണ്ണം ചെയ്തിരുന്നു സോണി ലിവിന് വേണ്ടിയിട്ട്. അത് ഇറങ്ങാനുണ്ട്. ബ്ലൈൻഡ് ഫോൾഡ് എന്നാണ് പേര്. അർജുൻ രാധാകൃഷ്ണനാണ്, ലുക്മാൻ, ഇങ്ങനെ കുറച്ച് ആക്ടേഴ്സാണുള്ളത്. അൻസാർല എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. ഹർഷദൊക്കെയാണ് റൈറ്റർ. പിന്നെ സംശയം എന്ന് പറഞ്ഞൊരു മൂവിയും കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട് ഇവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതും പുതിയ ഒരാളാണ് ഡയറക്ടർ, രാജേഷ് രവി എന്നാണ് പേര്. അതല്ലാണ്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ അരുൺ വർമ്മയാണ് ഡയറക്ടർ. ഗരുഡൻ മൂവി ചെയ്ത ബോബി സഞ്ജയ് ആണ് സ്ക്രിപ്റ്റ്. അപ്പൊ അതിൽ കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, സംഗീത് ഉണ്ട്, അഭിമന്യു എസ് തിലകനുണ്ട്. അങ്ങനെ കുറെ ആക്ടേഴ്സ് വരുന്ന ഒരു സിനിമ. അതാണ് ഇമ്മീഡിയറ്റ് ഷൂട്ട് വരുന്നത്. ഓക്കെ. അപ്പം പേര് പോലെ തന്നെ പൊന്നെ പോലെ തന്നെ വിലയുള്ളതായി മാറട്ടെ ഈ സിനിമ നിങ്ങളുടെ കരിയറിൽ. നിങ്ങളുടെ 3 പേരുടെയും അഭിനയ കരിയറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായി ഇത് മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.